നിങ്ങൾ പല ന്യൂസുകളും കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയ ആക്സിഡൻ്റ് ആയിരിക്കും, പക്ഷേ അതിൽ വലിയ ആഘാതം തന്നെ ആക്സിഡൻ്റ് ഉണ്ടാക്കിയ വണ്ടി ഓടിച്ച വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും ഡാഷ് ബോർഡിൻ്റെ മുകളിൽ കാല് കയറ്റി വയ്ക്കാറുണ്ട്. ഇത് വളരെയധികം ഡേഞ്ചറുള്ള ഒരു സംഭവമാണ്. ഇൻ കേസ് എയർ ബാഗ് എങ്ങാനും പൊട്ടി വരികയാണെങ്കിൽ നമുക്ക് ആ കാലിൻ്റെ എല്ലൊക്കെ നമ്മുടെ മേത്ത് വന്ന് ഇടിച്ച് ഒരുപാട് ഇഞ്ചുറീസ് കൂടുതലാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ മുതിർന്നവരുടെ മടിയിലൊക്കെ കുട്ടികളെ വെച്ച് ഡ്രൈവ് ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ അതിൻ്റെ ഒരു വലിയ ആഘാതം, വല്ല ആക്സിഡൻറ്റ് വരുമ്പോൾ എയർ ബാഗ് പൊട്ടി പല കുട്ടികളും മരിച്ചതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, എയർ ബാഗ് ഒന്നും ഇടിക്കുമ്പോൾ ശ്വാസം കിട്ടാണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് ബാക്ക് സീറ്റിൽ നമ്മുടെ സേഫ്റ്റി സീറ്റോട് കൂടി ഇരുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ലേഡീസൊക്കെ ചില ഇതുപോലെയുള്ള ഭയങ്കര ഷാർപ്പായിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഹെയറിൽ. ഇതെന്താണെന്ന് പ്രശ്നം വെച്ചാൽ ഇതും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ്. ഒരു ആക്സിഡൻറ്റ് വരുന്ന സമയത്ത് ഇത് വന്ന് നമ്മുടെ ബാക്കിലിടിച്ച് വലിയ വലിയ ഇഞ്ചുറീസ് ഇത് കാരണം ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ സീറ്റ് ബെൽറ്റും എയർ ബാഗൊക്കെ നമ്മുടെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓട്ടോമോട്ടീവ് ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഇതെല്ലാവരും പറഞ്ഞു കൊടുക്കുക. ദിസ് ശ്രീജിൽ കലിങ്ങൽ, പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടന്റ്, ഡെൽറ്റ കാസ്. ബി സേഫ് ഡ്രൈവ്.